അതുകൊണ്ടാണ് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കേരളം മതനിരപേക്ഷതയുടെ നാടായി നിലനിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ കേരളത്തിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ല. ഒരാൾ വർഗീയ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. അത് ഇന്ത്യയിൽ റെക്കോർഡാണ്. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വർഗീയ കലാപങ്ങളും നടക്കാത്ത മതനിരപേക്ഷതയുടെ ഉദാത്ത മാതൃകയാണ് ഈ കേരളമെന്ന് ലോകമെങ്ങും ഇന്ന് മലയാളികളെ അഭിനന്ദിക്കുന്നുണ്ട്. ആ മതനിരപേക്ഷതയും നമുക്ക് കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ നാട്ടിൽ അതിദരിദ്രമില്ലാത്ത നാടാകുക മാത്രമല്ല, നിങ്ങൾ ഓർത്തോളണം, സാമൂഹ്യ സുരക്ഷാ സംവിധാനമില്ലാത്ത ഒരാളും ഈ കേരളത്തിൽ ഇല്ല. 62 ലക്ഷം കുടുംബങ്ങൾക്കാണ് പ്രതിമാസം 1000 ഉണ്ടായിരുന്നത് 1600 ആയി 1800 ആകുമെന്ന് പറഞ്ഞത് 2000 രൂപ പ്രതിമാസം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ അഭിമാനമുള്ള നാടാണ് ഈ കൊച്ചു കേരളം. അതാണ് പാവപ്പെട്ടവരെ ആദ്യം പരിഗണിക്കുന്ന ഇടതുപക്ഷ നയം. അവർക്ക് മാത്രമല്ല, എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽപ്പെട്ട എല്ലാ സ്കീം വർക്കുകളിലും ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ തൊഴിലാളികളുടെയും വരുമാനം, നിശ്ചിത വരുമാനം വർദ്ധിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചു. അധ്യാപകർക്കും ജീവനക്കാർക്കും അടക്കം മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് അവരെയും പരിഗണിച്ചു. അതിന് പുറമെയാണ് മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല, സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്നു. അത്തരം സഹോദരിമാർക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും 33.4 ലക്ഷം സഹോദരിമാർക്ക് പ്രതിമാസം 1000 രൂപ വീതം ഇൻസെന്റീവ് നൽകാൻ, സഹായം നൽകാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗവൺമെന്റ് തീരുമാനിച്ചു. അതുമാത്രമല്ല, നമ്മുടെ പഠിച്ച് ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നത് വരെ അവർക്ക് ഉയർന്ന പരിശീലനം നേടുന്നതിന് അവർക്ക് അത്യാവശ്യം പരിശീലനത്തിന് പോകാൻ യാത്ര ചെയ്യുന്നത് എല്ലാമായി അവർക്കും കൊടുത്തു 1000 രൂപ പ്രതിമാസം ഇൻസെന്റീവ്. നമ്മുടെ സംസ്ഥാനത്തെ 54 ലക്ഷം വരുന്ന സഹോദരികൾ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം, ആ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ADS-ൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർക്ക് ഉണ്ടാവും. എല്ലാ ADS-കൾക്കും പ്രതിമാസം അവരുടെ ഭരണപരമായ ആവശ്യത്തിനും യാത്രയ്ക്കുമായി 1000 രൂപ വീതം ഇൻസെന്റീവ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ സമൂഹത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കരുതലോടെ അവരെ ചേർത്ത് നിർത്തി നമ്മുടെ സാമൂഹ്യ ജീവിതം ഒരു പുതിയ കേരളമായി രൂപപ്പെടുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങളെ ഈ നാട്ടിലെ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? VD സതീശനും പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും കേന്ദ്ര നേതാവ് വേണുഗോപാലിനുമുള്ള വിഷയം ഇതിന് പണം എവിടെന്ന് കണ്ടെത്തുമെന്ന ഇത് വെറുതെ പറയല്ലേ. എവിടുന്ന് പണം കണ്ടെത്തും? കാരണം അവരൊരു പണി ചെയ്യുന്നുണ്ട്. അവർ കേരളത്തിന് ശാപമായി 18 MP ഉണ്ടെന്ന് ജയിച്ച് പാർലമെന്റിൽ പോയിട്ടുണ്ട്. 18 MP
ഇതാ കോൺഗ്രസ് UDF നേതാക്കന്മാർ പരസ്യമായി പറയുന്നത് നമ്മൾ കേട്ടില്ല. കേരളം ഒന്നാമരുത്, ഒരു വികസനവും നടക്കരുത്. നിങ്ങൾ കേട്ടുകാണോ? കേരള സംസ്ഥാനത്തെ യാത്രാക്ലേശം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നാടാണ് വയനാട്. കോഴിക്കോട് മലനിരകൾ കടന്ന് വയനാട് എത്തുന്നതെങ്കിൽ 2-2.5 മണിക്കൂർ നേരം ക്യൂ കിടക്കണം. സ്ഥിരം വഴി അവിടെയാണ് ഒരു തുരങ്കപാത നിർമ്മിക്കാൻ കേന്ദ്ര അനുമതി ലഭിക്കുകയും മുഖ്യമന്ത്രി അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പറഞ്ഞെന്താ? അത് അനുവദിക്കില്ല, ഞങ്ങൾ എതിർക്കും. ദേശീയപാത അതിനെ ഞങ്ങൾ എതിർക്കും. കേരളം വന്നാൽ അതിനെയും എതിർക്കും. പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുത്താൽ അതിനെയും എതിർക്കും. എന്നിട്ട് എങ്ങനെയാവണം? പഴയ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പോലെ 18 മാസം കുടിശ്ശികയും 600 രൂപ പെൻഷനുള്ള നാടാവണം. അതിനാണോ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് കൊടുക്കേണ്ടത്? അതിനാണോ നിങ്ങളെ 18 പേരെ പാർലമെന്റിലേക്ക് അയച്ചത്? ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം, ഇന്ത്യൻ പാർലമെന്റിൽ പോയി അഭിമാനകരമായി പോരാടി ഈ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങളിൽ നിന്ന് വോട്ട് മേടിച്ചു പോയ ഈ പ്രതിപക്ഷ MLA-മാർ ഈ കേരളം തകരാൻ വേണ്ടി പണിയെടുക്കുന്നു. അവിടെ മറിച്ച് BJP പ്രകാരം ഭരണകക്ഷി അവരുടെ ജോലി എന്താ? അവർ ഈ നാടിനെ തകർക്കാൻ വർഗീയതയും സാമുദായിക വിദ്വേഷവും വഹിച്ചുവിടുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള രാഷ്ട്രീയം, സവർണ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയം ഇവിടെ നടപ്പാക്കാൻ ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. അതല്ലേ നമ്മൾ കാണുന്നത്? ഈ നാടിന് അർഹതപ്പെട്ടത് തരാൻ അല്ല പറയുന്നത്, നൽകരുതെന്ന് പറയാൻ ഒരു പ്രതിപക്ഷവും ഒരു കേന്ദ്ര ഭരണകക്ഷിയും ഇവിടെ പ്രവർത്തിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളം അതിൻ്റെതായ മാതൃകയിൽ മതനിരപേക്ഷതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ജനപക്ഷ നയങ്ങൾ നടപ്പാക്കി സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, നാം അനുഭവിച്ചിട്ടില്ലാത്ത പുരോഗതിയുടെ പാതയിലേക്ക് ഈ കൊച്ചു കേരളത്തെ നയിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതാനും ദിവസങ്ങൾക്കകം തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരും. ഡിസംബർ ആദ്യവാരത്തിലോ മറ്റോ തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. രാജ്യത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ, അതിന് സഹായകമായി അതിന് നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നമുക്കുണ്ടാവണം. കടക്കലെ പോലെ പ്രതിപക്ഷമില്ലാത്ത ഗ്രാമപഞ്ചായത്ത്, ഈ 4 ഗ്രാമപഞ്ചായത്തുകളും പ്രതിപക്ഷമില്ലാത്ത ഗ്രാമപഞ്ചായത്തുകളായി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ ഇവിടെ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും കഴിയണം. അതിനാവശ്യമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്താൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് വിനീതമായ അഭ്യർത്ഥിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ 4 മാസത്തിനകം സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വം വിജയിക്കണം. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ നാമങ്ങൾ ഉണ്ടാവരുത് ഈ നാട്ടിൽ. അതിനുള്ള കരുതലെടുക്കാൻ പ്രാപ്തിയുള്ള പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഞാൻ അത്രയുള്ള പറയുന്നു. ആ യോഗത്തിൽ മറ്റ് നിരവധി നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. ഞങ്ങളുടെ പുസ്തകമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. അത്ര മാന്യമായ സംസാരിച്ചത്
മറ്റൊരു പ്രാദേശിക നേതാവ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പറയാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് അതെ ഞാനതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര മാന്യമായാണ് അവർ സംസാരിച്ചത്, എത്ര അന്തസ്സായാണ് അഡ്രസ് ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാടിലെ ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന് അപമാനമായ ഒരു പ്രസ്ഥാനമായി ദയവ് ചെയ്ത് നിങ്ങൾ മാറരുത് എന്നാണ് എനിക്ക് പറയാൻ. ഇനി നമുക്ക് ഒരുമിച്ച് നോക്കിക്കൊണ്ടവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും ഈ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും ദേശീയ തലത്തിലും വളരെ വളരെ പ്രധാനമായ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതിന് സഹായകമായ അന്തസ്സായ നിലപാടായിരിക്കണം സ്വീകരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ സഖാക്കളെയും സഹോദരി സഹോദരന്മാരെയും അഭിമാനപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. നമ്മുടെ സമയത്തിന്റെ അല്പസമയം ചേർന്ന് സി പി ഐയുടെ ബഹുമാനപ്പെട്ട ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സഹാബ് ഇവിടെ പ്രസംഗം നടത്തിയ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലും സഹാബ് ഇവിടെ ചേരുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് എസ് ശ്രീധരൻ, സി പി ഐ ജില്ലാ കമ്മിറ്റി സഖാവ് നസീർ, ഏഴ് സഖാവ് പി പ്രതാപൻ, സഖാവ് കണ്ണകോട് സുധാകരൻ, സൗമി ബാബു, ജി ടി എസ് പിക്കാരൻ, സരസ്വതി കടകര്, ടി വി ദേവാലയം, നിരവധി സഖാക്കൾ, സി പി ഐയുടെ ഏരിയ സെക്രട്ടറി, സൗസുകാർ, ഏരിയ സെക്രട്ടറി പ്രവർത്തിക്കുന്ന സഖാക്കൾ, ഏരിയ കമ്മിറ്റിയിലെ വാർത്താവിന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, ധാരാളം ജനപ്രതിനിധികൾ, സി പി ഐക്ക് സി പി എമ്മിൽ ചേരുന്ന ജനപ്രതിനിധികൾ, പൊതുജന സംഘടനാ നേതാക്കൾ, എൽ ഡി എഫ് നേതാക്കന്മാരുള്ള പ്രിയപ്പെട്ട സഖാക്കൾ, വളരെ സവിശേഷമായ ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനം ഇങ്ങനെ ചേരുന്ന ഇത്തരത്തിൽ നമ്മളൊന്നും എത്തിച്ചേരുമെന്ന് ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിൻ്റെ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. അധ്യക്ഷനോട് തന്നെ പ്രസംഗം ചുരുക്കേണ്ടത് യോഗം സമയത്ത് വളരെ അത്യാവശ്യമായി നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിച്ചത്. വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ചാരിത്ര പ്രസക്തിയെ സംബന്ധിച്ച് സംസാരിക്കുന്ന നേതാക്കന്മാർ അത് പരാമർശിക്കുന്നു. ഞങ്ങളിവിടെ പങ്കെടുത്തിരിക്കുന്ന സഖാക്കൾ സി പി ഐ വിടാനുള്ള തീരുമാനം ഇക്കഴിഞ്ഞ 19-ാം തീയതിയാണ് കൈക്കൊണ്ടത്. അന്ന് ഞങ്ങളോടെ ഹൃദയവേദനയോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നിന്ന് മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തെ അറിയിക്കുന്നു. സമീപകാലത്തൊന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ഒരു വലിയ രാജ്യപ്രഖ്യാപനമാണ് അന്ന് കാലഘട്ടത്തിൽ നടന്നത്. അതിനാസ്പദമായ കാര്യങ്ങളെല്ലാം കൂടി ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുവാനായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നതേയില്ല. കാരണം അതിൻ്റെ നാളുകൾ പറയാൻ പോയാൽ
മണിക്കൂറിലധികമെടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഞങ്ങൾ രാജ്യം പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അതിനുശേഷം സഹാബാർന്നതായി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ചില വിശദീകരണം നൽകണമെന്നുള്ളത് രണ്ടാമത് നടത്തിയ പത്രസമ്മേളനത്തിൽ നവംബർ 1-ാം തീയതി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റിലേക്ക് ചേരാൻ തീരുമാനിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്ന ഇതേ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ധാരാളമായി മാധ്യമങ്ങളുടെ സേവനവും ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം അവരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനേതെങ്കിലും കാര്യങ്ങൾക്ക് പിന്നീട് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞ പരാമർശിച്ച കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയുക എന്നുള്ളത് ഈ രീതിയിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതങ്ങനെ ചെയ്യുന്ന സമയവുമല്ല. ഞങ്ങൾ വളരെ ഹൃദയയോടുകൂടിയാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കളക്ടീവ് മണ്ഡലത്തിൽ 2152 പാർട്ടി അംഗങ്ങളാണ് 25-ലെ മെമ്പർഷിപ്പ് സ്കൂട്ടി അംഗീകരിച്ച് കഴിയുമ്പോൾ അതിൽ 70% പേര് പാർട്ടിയിലെ പൂർണ്ണ മെമ്പർമാരാണ്. 115 ബ്രാഞ്ച് ഘടകങ്ങളും 8 ലോക്കൽ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഉൾപ്പെടുന്നവരാണ് മനസ്സിലായത്. ആ പാർട്ടി ഘടകങ്ങളിലെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് 10 സഖാക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നവർ പാർട്ടിയുടെ തീരുമാനിച്ചു. അവർ 19-ാം തീയതി ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചത് ഈ നവംബർ 7-8-ാം തീയതി CPIയിൽ നിന്ന് പതാക വാങ്ങി പാർട്ടി ചേർന്നത് ഞങ്ങൾ ഒരുമിച്ചത്. ആ കൂട്ടത്തിൽ 40ഓളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്, 30-ലധികം വരുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്. ഇതിലെല്ലാം ഉൾപ്പെടുന്നവർ തന്നെയാണെങ്കിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായിട്ടുള്ള 8 സഖാക്കളുണ്ട്. അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ ഡയറക്ടർമാരായിട്ടുള്ള 9-10 സഖാക്കൾ ഇതിനോടൊപ്പമുണ്ട്. ഈ കളക്ടീവ് മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അടിത്തറയുള്ള പാർട്ടി ഗ്രാമങ്ങളെന്ന് സിദ്ധിക്കാർക്ക് വിശേഷിപ്പിക്കുന്ന മേഖലകളിൽ അടക്കമുള്ള ദീർഘകാലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന അനിയോജന പാർട്ടി പ്രവർത്തകരാണ് CPI വിട്ട് CPIയിലേക്ക് ചേരുന്നത് എന്ന സവിശേഷത കൂടി ഉണ്ടെന്നുള്ളത് പറയാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഈ വേദിയിൽ ഇരിക്കുന്ന സംഘടനയോട് സുധാകരൻ 1972 CPIയുടെ ചിറയിലെ ആദ്യകാലത്തെ പാർട്ടി കാലത്തിന്റെ സെക്രട്ടറിയായ 53 വർഷമായി കണ്ണകോട് സുധാകരൻ പാർട്ടിയിൽ ഒരു പൂർണ്ണസമയ പ്രവർത്തകരാണ്. ഇതിനിടെ പല സന്ദർഭങ്ങളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മണ്ഡലം കമ്മിറ്റി അംഗവും മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോരുത്തരെ കുറിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നു. അങ്ങനെ പരാമർശിച്ച ഒരുപാട് സമയമെടുത്തു. സൗ പി പ്രതാപൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് 43 കൊല്ലമായി. സൗ ഈ ബാബു ഏതാണ്ട് 40 കൊല്ലമായി CPIയുടെ പ്രവർത്തകനായി പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ഇതിനകത്തിരിക്കുന്ന സഖാക്കളെല്ലാം തന്നെ പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, കലക്കൽ മണ്ഡലത്തിലെ പാർട്ടിയുടെ അടിപ്പറയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നിട്ടുള്ളവരാണ് ഈ സഖാക്കൾ. ഈ 2152 പാർട്ടി അംഗങ്ങളിൽ ഏതാണ്ട് 60ഓളം പാർട്ടി അംഗങ്ങൾ കുറച്ച് അനുഭാവികളുമാണ് നവംബർ 1-ാം തീയതി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയെന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തിന് സാക്ഷികളാകാൻ ഇതേ കമ്മ്യൂണിറ്റി ഹാളിൽ തന്നെ ഒത്തുകൂടിയത്. അതിനുശേഷം CPIന്റെ ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങി പാർട്ടിയിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയും സഖാക്കളെ ഇവിടെ പങ്കെടുപ്പിക്കാനുള്ള ആസൂത്രണം നമ്മൾ നടത്തിയിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ സമ്മേളിക്കുമ്പോൾ CPIയും ആണ് ഈ സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. CPIന്റെ ഏരിയ ജോലിയിൽ പങ്കെടുക്കുന്ന സഖാക്കൾ, CPI വിട്ട് CPIയിലേക്ക് വരുന്ന സഖാക്കൾ ഞങ്ങളുടെ കൂട്ടം
ചർച്ചയിലേക്ക് ഒന്ന് എത്തിച്ചേരാനായിട്ട് വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ പിരിയേണ്ടി വരുന്നത് പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും അധികാര സ്ഥാനങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടതല്ല. പാർട്ടിയുടെ സ്ഥാനങ്ങളിലെ തർക്കങ്ങളെ ചൊല്ലിയല്ല. ഏതെങ്കിലും വരുമാനമുള്ള പാർട്ടി പദവിയിൽ വഹിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളല്ല. ആശയപരമായിട്ടുള്ള ഒരു തർക്കവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടിയാണ് ഇല്ല. 25 പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തോടും രാഷ്ട്രീയ നിലപാടുകളോടും യാതൊരു വിയോജിപ്പും കലക്ടർമണ്ഡലത്തിൽ നിന്ന് CPI സഹാക്കത്തേയില്ല. ഞങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിച്ചിട്ടുള്ള ശരിയായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പാർട്ടി സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാലേ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സഹാക്കൾ അപമാനിതരാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിനൊക്കെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തനങ്ങൾ പാർട്ടിക്കകത്ത് വരാൻ പാടില്ല. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലാൻ പാടില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ ബോധപൂർവമോ അല്ലാതെയോ പരിശ്രമിക്കുന്ന ഒരുപാട് പാർട്ടി നേതാക്കന്മാർ ഈ പാർട്ടിയിൽ കടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈകാര്യം ചെയ്തിട്ട് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനെ അത്തരം തെറ്റായ സമീപനങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ നിലപാട് പ്രവർത്തിക്കുന്നവരാണ്. ആ നിലപാടുള്ളതുകൊണ്ടാണ് കടക്കൽ മണ്ഡലത്തിലെ പാർട്ടി അംഗങ്ങളിലെ 3/1 ഭാഗം പാർട്ടി മെമ്പർമാർ 700ഓളം സഹാക്കൾ ഏതെല്ലാം പ്രതിസന്ധി വന്നപ്പോഴും അവരുടെ മേലിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്നപ്പോഴും പാർട്ടി നേതൃത്വത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ പ്രയാസങ്ങളുണ്ടായപ്പോഴും അവർ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറാതെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. 5-ാം തീയതി കടക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികത്തിന്റെ ശതാബ്ദി സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അത് പേരുകൊണ്ട് മാത്രം 100ാം വാർഷികത്തിന്റെ ഒരു സമ്മേളനമായി നടത്തുകയാണ് ചെയ്തത്. അത് സത്യത്തിൽ പാർട്ടി വിട്ടുപോയവർക്കെതിരെ പുലർപ്പിൽ പറയുന്ന ഒരു സമ്മേളനമാക്കി തന്നെ മാറ്റാൻ സഖാവ് ആനന്ദാദേവി സഖാവ് സ്കൂളായ അംഗങ്ങളോ പരിശ്രമിച്ചിട്ടുണ്ട്. അത് CPI തന്നെ ചർച്ച ചെയ്യുകയും തിരുത്തുകയൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അവിടെ കണ്ടത് ഈ മണ്ഡലത്തിലെ 2152 പാർട്ടി അംഗങ്ങൾ ഏതാണ്ട് 350 ഇടയ്ക്ക് പാർട്ടി അംഗങ്ങളാണ്. അവർ 19 സാഹചര്യം പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്തിരുന്നതിൽ പകുതിയിലധികവും കടക്കൽ മണ്ഡല കമ്മിറ്റിക്ക് പുറത്ത് സമീപ പ്രദേശത്തെ പാർട്ടി മണ്ഡല കമ്മിറ്റികളിൽ നിന്ന് എത്തിച്ചേർന്ന സഹാക്കളാണ്. അപ്പോൾ അവിടെ പങ്കെടുത്ത 350ഓളം പാർട്ടി മെമ്പർമാർ ഇവിടെ നവംബർ 1-ാം തീയതി CPM ചേരുന്ന പ്രഖ്യാപനത്തിൽ സാക്ഷിയായ ആവേശത്തോടുകൂടി പങ്കെടുത്ത 650ഓളം പാർട്ടി മെമ്പർമാർ കഴിഞ്ഞാൽ 1100ഓളം വരുന്ന പാർട്ടി അംഗങ്ങൾ കടക്കൽ മണ്ഡലത്തിലെ വിവിധ ഘടകങ്ങളിൽ മെമ്പർഷിപ്പുള്ള സഹാക്കൾ ഇന്ന് നിർത്തിയവരായിരിക്കുകയാണ്. അവർ ആ ശരിയുടെ പക്ഷത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ശരിയിൽ ഉറച്ചു നിൽക്കുന്നവർ ഒരു തർക്കവുമില്ല. ഞങ്ങളുടെ പക്ഷത്തേക്ക് ഇനി ധാരാളം സാധിക്കും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പോടുകൂടി 100 കണക്കിന് പാർട്ടി മെമ്പർമാർ ഇതുവരെ ഞങ്ങളെ കേൾക്കാൻ വരാത്തവർ വേദി പങ്കിടാത്ത CPI സഖാക്കൾ ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ശരിയായ നിലപാടിലേക്ക് അവരെത്തിച്ചേരും എന്നതിന് ഒരു തർക്കവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അസാധാരണമായ ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു കൊഴിഞ്ഞുപോക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണക്കാർ ആരെല്ലാമാണ് എന്നുള്ളത് CPI നേതൃത്വം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പാർട്ടിയിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വഴിതെളിച്ചവരുണ്ട്. അവരെ പാർട്ടി നേതൃത്വം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പലതിനും നേതൃത്വത്തിലുള്ള പലർക്കും ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു തർക്കവും ഉന്നയിച്ചവരല്ല. ഒക്ടോബർ മാസം 19-ാം തീയതി ഞങ്ങൾ രാജി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് 14-ാമത്തെ ദിവസമാണ് കേരള പ്രകടനത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത്. ആ 14 ദിവസത്തിനിടയിൽ 28-ാം തീയതി വരെയും CPI നേതൃത്വത്തിലെ ചിലരെല്ലാം ഞങ്ങളോട് ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു.
രാജി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം പല രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ഞങ്ങളോടൊപ്പമുള്ള പ്രവർത്തകരെ പലരെയും കാണുകയും ചെയ്തു. സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ CPS ആയിട്ട് ഞങ്ങളോടൊപ്പം വരണം എന്ന അഭ്യർത്ഥന വളരെ സ്നേഹപൂർവ്വം അവർ നടത്തുകയും വളരെ സ്നേഹപൂർവ്വം തന്നെ ആ അഭ്യർത്ഥന ഞങ്ങൾ നിരസിക്കുകയും ചെയ്തു. ഞങ്ങളോട് അങ്ങനെ ഒരു അഭ്യർത്ഥനയും നടത്താത്തത് CPI-ന്റെ നേതാക്കന്മാരാണ്. 28-ാം തീയതി ഇതേ ഹാളിൽ CPI-യുടെ ദേശീയ സെക്രട്ടേറിയറ്റായ പ്രകാശ് ബാബു സാർ പങ്കെടുത്തുകൊണ്ട് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ SC ഘടകങ്ങളിലെ യോഗം ചേർന്നു. ആ യോഗം കഴിയുമ്പോൾ ആ യോഗത്തിന് ശേഷം ചേർന്ന മണ്ഡലങ്ങളിൽ CPI-യുടെ മണ്ഡലം സെക്രട്ടേറിയറ്റിൽ MC-യിൽ പ്രവർത്തിച്ചിരുന്ന 5 സഖാക്കളെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തു. 29-ാം തീയതി മാത്രമാണ് ഞങ്ങൾ CPI-ന്റെ നേതാക്കന്മാരെ സംബന്ധിക്കുന്നത്. ഈ സാറിനോട് ഞങ്ങൾ അങ്ങോട്ടും അഭിപ്രായം പറയാനുണ്ടായിരുന്നു. CPI-ക്കകത്ത് ഇങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യം സംജാതമായിരുന്നു. ഞങ്ങൾ ആ പാർട്ടിക്കകത്ത് തുടരാനുള്ള എല്ലാ അവസരങ്ങളും പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ പാർട്ടിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഞങ്ങൾക്ക് സംഘടനാ വിഷയം ശരിയായ നിലപാട് സ്വീകരിച്ച 700 വരുന്ന സഹായമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇതുവരെ ചുവപ്പിന്റെ വഴിയെ മാത്രം ആവേശത്തോടുകൂടി സഞ്ചരിച്ച ഞങ്ങൾക്ക് ഈ ചുവപ്പിന്റെ വഴിയെ സഞ്ചരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് സ്നേഹപൂർവ്വം മറ്റ് മതേതര പാർട്ടികൾ, ജനാധിപത്യ പാർട്ടികൾ ഞങ്ങളോട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെ ഞങ്ങൾ നിരസിച്ചത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം പങ്കുവച്ചപ്പോൾ CPI-ന്റെ നേതാക്കന്മാർ അപ്പോഴും ഞങ്ങളോട് പറഞ്ഞത് CPI തുറന്നും നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വരുമെങ്കിൽ ആ നിലപാടിനൊപ്പം തന്നെ നിൽക്കണം. ഇടതുപക്ഷം കടക്കൽ മണ്ഡലത്തിൽ അതിന്റെ കരുത്തൊത്ത് ചോർന്നു പോവുകയും കരുതി. പക്ഷെ അതിന് കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് യോജിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള അന്തരീക്ഷം ഉണ്ടാകും. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യും. അത് തുറന്ന മനസ്സോടുകൂടി പറയുകയാണ് ഞങ്ങളോട് ചെയ്തത്. അതിനുശേഷം മാത്രമാണ് ഞങ്ങൾ സത്യത്തിൽ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. മുല്ലക്കര രാജ്യസഭയോട് സംസാരിച്ച് പരാമർശിച്ചു. കടക്കിൽ നടന്ന യോഗത്തിൽ മുല്ലക്കര സൂചിപ്പിക്കുന്നതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ എല്ലാ വാദങ്ങളും തുറന്നു കിടക്കുകയാണ്. ആരെയും മുമ്പിൽ ഈ വാദങ്ങളൊന്നും അടച്ചിട്ടില്ല. മുല്ലക്കര പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പില്ല. മുല്ലക്കര പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ ആ പ്രസംഗം ഓൺലൈനായിട്ട് കേൾക്കുകയാണ് ചെയ്തു. മുല്ലക്കര 3 വർഷത്തിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി, മുല്ലക്കര ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മുല്ലക്കര പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയാണ്. പക്ഷെ മുല്ലക്കര സെക്രട്ടറി ആയതിനു ശേഷം ഈ വാതിലുകൾ മാത്രമല്ല, അവസാനത്തെ ജനപാലിൽ പോലും പാർട്ടി സഖാക്കളുടെ മുമ്പിൽ പൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത മുല്ലക്കരയ്ക്കും അറിയാതിരിക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളുടെ മുമ്പിൽ ഒരുപാട് വാതിലുകൾ ഇന്ന് തുറന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി പിളർപ്പിന് ശേഷം തന്നെ ഒരു പക്ഷേ കേരളത്തിൽ ഇങ്ങനെ പാർട്ടി വിട്ട് ഇതര രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്ന ഒരു ഘോഷയാത്രയ്ക്ക് CPI സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. ഞാൻ അത്തരം മറ്റ് സ്ഥലങ്ങളിലെ ഒരു പ്രശ്നങ്ങളോട് ഇത്തരം വലിയ സന്ദർഭത്തിൽ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനിച്ചവരാണ്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ ഉന്നയിക്കേണ്ടുന്ന രീതികളിലില്ല ഉന്നയിച്ചു. പല സ്ഥലങ്ങളും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുകളിലോട്ടുള്ള ഒരു ഘടകമുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അവിടെ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാം. ശരിയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുത്താൽ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിന് പരാതി കൊടുക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കടക്കൽ മണ്ഡലത്തിന്റെ സഹാക്കളും നേതാക്കന്മാർ 16 പരാതികൾ കൊടുത്തിട്ടുണ്ട്. 5 പരാതികൾ പാർട്ടിക്കകത്ത് നീതിന്യായ സംവിധാനം CPI അങ്ങനെ ഒരു സംവിധാനം അതാണ് കൺട്രോൾ കമ്മീഷൻ. കൺട്രോൾ കമ്മീഷൻ പരാതി കൊടുത്തു. പാർട്ടി മണ്ഡലം സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സംഘടനയിൽ സമ്മേളന മാർഗനിർദ്ദേശങ്ങളുടെ എല്ലാം നഗ്നമായ ലംഘനം നടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കടുത്ത വിഭാഗങ്ങൾ ഉപയോഗിച്ച് പാർട്ടി സഖാക്കളെ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സഖാക്കളെ, പാർട്ടിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സഖാക്കളെ, ചർച്ചകൾ നടത്തുന്ന സഖാക്കളെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചപ്പോൾ പാർട്ടി സഖാക്കൾ
ആലപ്പുഴയിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ടിലെ സുപ്രധാനമായ ഒരു പാരഗ്രാഫ് കടക്കൽ മണ്ഡല കമ്മിറ്റിയെ കുറിച്ചിട്ടാണ്. കടക്കൽ മണ്ഡലത്തിൽ നിന്ന് കൊടുത്ത ഇന്ന സഹാക്കൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതികൾ കൺട്രോൾ കമ്മീഷൻ പരിശോധിച്ചു. ആ സഹാക്കൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ വസ്തുതകളുടെ പിൻബലമുള്ളതാണ് കൺട്രോൾ കമ്മീഷൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഗുരുതരമായ ഈ പ്രശ്നത്തെ, ഗൗരവതരമായ ഈ പ്രശ്നത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം അടിയന്തര സ്വഭാവത്തോടുകൂടി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറി എന്ന് പറയുന്നു. അവരെയും അതിന് പരിഹാരം കാണുന്നില്ല. ആ പരിഹാരം കാണുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്കകത്തുണ്ടാകുന്ന വിമർശനങ്ങളെയും ചർച്ചകളെയും കടത്തെ അസഹിഷ്ണുതയോടുകൂടി കാണുന്നത്. പാർട്ടിയുടെ മണ്ഡല സമ്മേളനം നടക്കുമ്പോൾ, ചിലയിൽ വെച്ചിട്ടുള്ള മണ്ഡല സമ്മേളനം നടക്കുമ്പോൾ കടക്കിലത്തെ പാർട്ടി സംഘടനയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്കും സംഘടനാശയങ്ങൾ ആരംഭിച്ച് കേരളം 9 വർഷം പിന്നിടുകയാണ്. എല്ലാ സഹായങ്ങളും വിചാരിച്ച് പ്രതികരികളെല്ലാം കരുതി ചിലതയ മണ്ഡല സമ്മേളനം അവസാനിക്കുമ്പോൾ പാർട്ടി പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. സന്തോഷത്തോടുകൂടി, നല്ല ഒഴുപ്പോടുകൂടി, ഐക്യത്തോടുകൂടി പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം സംജാതമാണ്. ആ സഹായങ്ങൾക്ക് നിരാശയാണ് മണ്ഡല സമ്മേളനം സമാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. 31 പേരുള്ള പാർട്ടി മണ്ഡല കമ്മിറ്റി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കാനായി എങ്കിലും ആ യോഗം ചേർന്നിട്ട് ഘടകത്തിൽ നിന്നൊരാളെ, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നൊരാളെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നേതാക്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ, പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ അംഗമായിട്ടുള്ള സഖാവ് ആർദ്രകാദേവിയെ നിങ്ങളുടെ മണ്ഡല കമ്മിറ്റിയുടെ താൽക്കാലിക സെക്രട്ടറിയായിട്ട് ചുമതലപ്പെടുത്തും. 6 മാസത്തിനുള്ളിൽ പാർട്ടിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ഈ കമ്മിറ്റിയിൽ നിന്ന് എലക്ട് ചെയ്യപ്പെട്ട ഒരു സഖാവിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത് അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കും. സഖാവ് ആർദ്രകാദേവി സെക്രട്ടറിയുടെ ചുമതലയെടുത്ത് ആദ്യം കൂട്ടുന്ന നമ്മുടെ കമ്മിറ്റി സഖാവ് ആർദ്രകാദേവി പറഞ്ഞ കാര്യം, ഞങ്ങൾ ഈ മണ്ഡല കമ്മിറ്റിയിൽ അംഗങ്ങളായി പ്രതികരിക്കുന്ന 10 സഖാവിന് മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. സഖാവ് എല്ലാവരെയും പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ, കടക്കൽ മണ്ഡലത്തിൽ ഒരുപാട് സംഘടനാ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പാർട്ടിക്കകത്ത് നല്ല ഐക്യവും യോജിപ്പും എല്ലാം ഉണ്ടാവും. അതെല്ലാം കൂടെ കൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ എനിക്കൊരു 6 മാസം സമയമാണ് പാർട്ടി ചുമതലയേൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗമാണ്. ഈ 6 മാസം കൊണ്ട് ഈ പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള നടപടിയെ ഞാൻ സ്വീകരിക്കും. ഈ നവംബർ 4 മാസമാവും. അപ്പം ഈ പാർട്ടിയിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഏതാണ്ട് 2252 മെമ്പർമാർ, പകുതിയിലധികം മെമ്പർമാർ 2016 ആകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സുപ്രധാനമായ രീതിയിലൂടെ അവർ സഞ്ചരിച്ചിരിക്കും CPIM-നൊപ്പം. ഇതാണ് എല്ലാവരെയും ഉദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ. സഖാവ് ആർദ്രകാദേവി, സഖാവ് എസ് കുമാരി കഴിഞ്ഞ 2 വർഷമായി മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറിമാരുടെ ചുമതല വഹിക്കുന്നവരാണ്. ഈ 2 സഖാക്കളല്ലാതെ വേറെ ആരെങ്കിലും ഈ പാർട്ടിയുടെ ചുമതല വഹിക്കുകയും സാങ്കേതികല്ലാതെ ആരെങ്കിലും ഈ പാർട്ടിയുടെ സംഘടനാ ചുമതല വഹിക്കുകയും ചെയ്തിരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഹൃദയവേദനയോടുകൂടി ഞങ്ങൾക്കാർക്കും ഈ പാർട്ടി വിട്ടതിന്റെ പടിയിറങ്ങി പോകേണ്ടി വരത്തേയില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിലെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ വസ്തുതാപരമായി ചർച്ച ചെയ്യാൻ CPI നേതൃത്വം തീരുമാനിച്ചാൽ സഖാക്കൾ സാങ്കേതികൻ ആർദ്രകാദേവി, എസ് കുമാരി, ഇപ്പൊ പാർട്ടി DCAക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന TS നിതീഷും നൗഷാദും ഈ പാർട്ടി ഉണ്ടാവില്ല. അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത്ര കണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട്. ഇവിടെ അന്വേഷണ കമ്മീഷന്റെ കാര്യം വിശദീകരിച്ച് ഞാനതിലേക്ക് ഒന്നും നടക്കുന്നു. അതെല്ലാം CPIയുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഒരു അന്വേഷണ കമ്മീഷൻ തീരുമ്പോൾ ആദ്യത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനോട് ഒരു പ്രയാസവുമില്ല. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ അച്ചടക്ക നടപടി സ്വീകരിച്ചു കഴിയുമ്പോൾ പാർട്ടിക്കകത്ത് സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കുന്ന ശരിയായ അർത്ഥത്തിൽ അതിനെ സമീപിക്കാതെ സംഘടനാ നടപടിയെ സ്വീകരിച്ച് പാർട്ടി നേതാക്കന്മാരെ എല്ലാ പാർട്ടികളും ഉറപ്പാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു മനസ്സിലാക്കി. ഇവിടെ സഹോദരി പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രിയുടെ ഒരു സാമ്പത്തിക ആരോപണം വെറുതെ ഉണ്ടാക്കി പാർട്ടി DC കത്തു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി DC കമ്മീഷൻ ഗൗരവ പ്രശ്നം. ഞാൻ അതോടെ 3 തവണ കമ്മീഷൻ അന്വേഷിച്ച കമ്മീഷൻ പറഞ്ഞു പരാതിക്കാരൻ 100% കളവായ ഒരു വിവരമാണ് പാർട്ടി DC പരാതിയോട് ഉന്നയിച്ചത്. ഇത് പൊതുസമൂഹത്തിൽ കൂടി എത്തിയപ്പോൾ ആ സഹായം
ആ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ 1.5 വർഷക്കാലമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കൈവശമുണ്ട്, അല്ലെങ്കിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ കൈവശമുണ്ട്. അതിൻ്റെ ഒരു നടപടിയെടുത്തു. ഈ പ്രധാനം പുറത്താക്കുന്നതിന് ഒരു കാര്യം കൂടിയുള്ളൂ. സഖാവ് പി പ്രതാപൻ പാർട്ടി ഓഫീസിൽ ചോദ്യമുള്ളയാളാണ്. സഖാവ് VS ജൂലൈ 21-നാണ് അന്തരിക്കുന്നത്. സഖാവ് VS അന്തരിക്കുമ്പോൾ നമുക്കറിയാം, ഈ കേരളമാകെ സമാധാനമില്ലാത്ത ഇടങ്ങളിലാണ് VS യാത്രയിൽ കണ്ണേ കരവേന്ന് കേരളക്കരെ ആലോചിച്ചു. VS ആരാണ്? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ TV മെമ്പറും സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗവും ഭരണപരിഷ്കാര കമ്മീഷന്റെ മുൻ അധ്യക്ഷനും ഇതെല്ലാമാണ് VS. അതിനെല്ലാം അപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് അനുച്ഛേദരായ നേതാക്കന്മാരും പ്രമുഖരാണ് VS. ആ VS മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കളക്ടർ പാർട്ടി ഓഫീസിന്റെ മുമ്പിലെ കൊടിമരത്തിലെ അരിവാചുറ്റിയുള്ള കൊടി താഴ്ത്തി കെട്ടി അവിടെ ഒരു കരിങ്കൊടി ഉയർത്തി കെട്ടിയെ കഴിഞ്ഞപ്പോൾ പാർട്ടി മണ്ഡല കമ്മിറ്റി സെക്രട്ടറി സഖാവ് ജലാലി ഓഫീസ് സെക്രട്ടറി ഇരിക്കുന്ന സജീവോട് വിശേഷങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചപ്പെടുന്ന കാര്യം ചോദിച്ചു. സജീവ് പറഞ്ഞു, VSന്റെ മരണം വന്നതുകൊണ്ട് ഞാൻ പ്രതാപ് സാർ കൂടി കരിങ്കൊടി കെട്ടി കൊടി താഴ്ത്തി കെട്ടി ഓട് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സഖാവ് ജലാലിയുടെ തൊട്ടടുത്ത കമന്റാണ്, ആരോട് ചോദിച്ചിട്ടാണ് പ്രതാപ് കൊടി താഴ്ത്തി കെട്ടി ആ കൊടി ഉയർത്തി കിട്ടുന്നത്. അപ്പൊ സജീവ് എന്നിട്ട് പ്രതാപോട് പറഞ്ഞു, ഇങ്ങനെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞിരിക്കും. പ്രതാപ് പറഞ്ഞ് മര്യാദയ്ക്ക് പറഞ്ഞാൽ ഞാനാ പറയുന്നത് ആ കൊടി താഴ്ത്തി കെട്ടരുത്. ഈ പറയുന്ന സമയത്ത് തിരുവനന്തപുരത്ത് CP ആസ്ഥാനത്ത് MN സ്മാരകത്തിന് മുമ്പിലെ കൊടി താഴ്ത്തി അവിടെ കരിക്കൊടി ഉയർത്തി കെട്ടിക്കഴിഞ്ഞു. കേരളത്തിലാകമാനം BJPക്കാരും കോൺഗ്രസുകാരും ഉൾപ്പെടെ VSനോടുള്ള ആദര സൂചകമായി അവർ കൊടി താഴ്ത്തിയിട്ട് കരിക്കൊടി ഉയർത്തി കെട്ടിയില്ലെങ്കിൽ അവരുടെ കൊടിമരങ്ങളിൽ കരിക്കൊടി ഉപയോഗിച്ച് കെട്ടി ഫോട്ടോയിൽ വെച്ച് മാലയിട്ട് കേരളം കണ്ടതാണ്. സഖാവ് വാർദ്ധരാജി എന്താണ് പറയുന്നത്? എന്തിനാണ് സഖാവ് വാർദ്ധരാജി ഒരു ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ CPIഎമ്മിനോട് ഇത്രയും കടുത്ത അന്ധമായ രാഷ്ട്രീയ വിരോധവും പകരവും ചുമത്തിക്കൊണ്ടിരിക്കുന്നു? ഇതെല്ലാം പാർട്ടിക്കാരുടെ ചർച്ച വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതുപോലെ എന്തെല്ലാം ചെയ്യണം? ഞാനൊന്നും ഒന്നും തന്നെ കടക്കുന്നില്ല. ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനിച്ചപ്പോ ഞങ്ങളുടെ മുമ്പിൽ വളരെ ആശയത്തോടുകൂടിയാണ് ഞങ്ങൾ തീരുമാനത്തിലേക്ക്. നമുക്ക് നല്ല ആശയത്തോടെയുണ്ട് എന്താണ് തീരുമാനം വേണ്ടത്. ആ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചു, ചുവപ്പിന്റെ വഴിയെ ദീർഘകാലം സഞ്ചരിച്ച് പ്രവർത്തിച്ച പാർട്ടി സഖാക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഇനിയും മരിക്കുന്നതുവരെ ചുവപ്പിന്റെ വഴിയെ തന്നെ സഞ്ചരിക്കണം. അതുകൊണ്ട് CPIഎമ്മായിരിക്കും ഞങ്ങളുടെ വഴി എന്ന് ഞങ്ങൾ ഔദ്യോഗികമായി തീരുമാനിക്കാനുണ്ടായിരുന്നു. ആ വഴി തീരുമാനിച്ചപ്പോൾ യാതൊരു ഭാഗ്യവുമില്ലാതെ CPIഎമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ന് അതിന്റെ ഔദ്യോഗികമായ സ്വീകരണം കൂടി CPIഎം ഒരുക്കി. ഞങ്ങൾ പാർട്ടി സഖാക്കളെല്ലാം കൂടി CPIഎമ്മിൽ ചേർന്നില്ല. ഈ ഞങ്ങളുടെ ദൗത്യം ഈ കടക്കൽ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായി മാറ്റുക എന്നുള്ള ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. CPM കടക്കൽ മണ്ഡലത്തിൽ വരുന്ന 4 പഞ്ചായത്തുകളിൽ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ജനകീയ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. ആ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകരുക എന്ന ഉത്തരവാദിത്വവും അതുവഴി CPM കടക്കലിൽ ശക്തിപ്പെടുന്നത് വഴിയെ അല്ലെങ്കിൽ കേരളത്തിൽ ശക്തിപ്പെടുന്നത് വഴി മാത്രമേ കേരളത്തിലെയും കടക്കലെയും ഇടതുപക്ഷം ശക്തി പ്രാപിക്കുകയുള്ള നല്ല തിരിച്ചറിവുകളുണ്ട്. അതുകൊണ്ട് CPMന് കരുത്ത് പകരുക എന്ന ദൗത്യം നമ്മുടെ ഏറ്റെടുക്കും. നമ്മുടെ മുമ്പിൽ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ വരെ ഇല്ലാത്ത വിധത്തിൽ കടക്കൽ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിനും CPIഎമ്മിനും കൂടുതൽ തിളക്കമാർന്ന വിജയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുണ്ടാകും. CPIലേക്ക് വരുന്ന സഖാക്കൾ നല്ലതുപോലെ രാഷ്ട്രീയ പൊതുപ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും ജനകീയ മേഖലയിലെ ജനകീയ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ മണ്ഡലത്തിന്റെ മേഖലയിൽ CPIയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഒന്നടക്കമാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് ചേരുന്നത്. ആ സാംസ്കാരിക പ്രവർത്തകർ മുഴുവൻ പേരും അതിനോടൊപ്പമുണ്ട്. സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ ജനകീയ മേഖലകളിൽ അടിത്തറയുള്ള പ്രവർത്തകരാണ് ഈ പാർട്ടിയിൽ തോന്നിയത്. CPIയുടെ ഒരു നേതാവ് സംസ്ഥാന നേതാവ് വാക്കുപയോഗിച്ചാൽ കടക്കൽ CPI മണ്ഡലം കമ്മിറ്റിയുടെ ലീഡർഷിപ്പാണ് ഇപ്പൊ പാർട്ടി
വിട്ട് പുറത്തു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലീഡർഷിപ്പും ഞങ്ങളോടുള്ള പ്രവർത്തകരും പാർട്ടി സഖാക്കളും പാർട്ടിയുടെ വളർച്ച അനുഭാവികളും ഈ 1000-ഓളം വരുന്ന സഖാക്കളെയും CPIM-നെയും അതിന്റെ വർഗബോധന പ്രസ്ഥാനങ്ങളെയും കരുത്തുറ്റുവാൻ പ്രസ്ഥാനമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. CPI-യും CPM-ഉം സഖാക്കളാണ് ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്നത്. രണ്ട് പാർട്ടിയുടെയും രണ്ട് സംഘടനാ സംവിധാനത്തിലും പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായ ഒരുപാട് ചെറുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ കാലത്തിനിടയിൽ CPI-യുടെ സഹകാരം CPM ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. CPM പല സഹായങ്ങളും CPI ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രായോഗികമായി ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ മൗലികമായി ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നുള്ളത് കൊണ്ട് അത്തരം വൈകാരികമായ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് വിവേകപൂർവ്വം താഴെ തരത്തിൽ സഹാക്കൾ നല്ല ഐക്യത്തോടുകൂടി തോളോട് തോൾ ചേർന്നും CPI വിട്ട് CPM-ലെത്തിയ സഹാക്കളും CPM-ന്റെ സഹാക്കളും കൂടി പ്രവർത്തിച്ച് മുന്നേറണം എന്ന അഭ്യർത്ഥനയാണുള്ളത്. ഞങ്ങൾ മണ്ഡല കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളോടൊപ്പമുള്ള 89 ജനപ്രതിനിധികളും സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർമാരും രാജ്യ സെക്രട്ടറിമാരെല്ലാം വ്യാപാര ബോർഡിൽ പ്രത്യേകമായ യോഗം ചേർന്ന് കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. CPIM-ന്റെ ഭാഗമായി വരുന്ന മുഴുവൻ സഹാക്കളും ആ പാർട്ടിയെ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ശരിയായ അർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കൂടി സന്നദ്ധരാകണം എന്നെല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ആക്ടിംഗ് സെക്രട്ടറി സഖാവ് ശ്രീമോഹൻ അവരുടെ അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി സ്നേഹാദരവോടെ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച് വന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സഹാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റിലേക്ക് ചേരാനുള്ള തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ CPM-നെ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ അനന്തര പോരാട്ട രൂപത്തിൽ സംരക്ഷിക്കാനും പരസ്പരം സഹാക്കൾ എന്ന കാഴ്ചപ്പാടിൽ തന്നെ നിങ്ങളുടെ ചെറുതായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം പരിഗണിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായ വനിതകളുമായി നിങ്ങൾ കണക്കാക്കി ചുമതല നൽകി നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ച് ഒരു അമ്മാവട്ട മക്കളെ പോലെ നമ്മൾ ഒരുമിച്ച് തന്നെ ഇവിടെ നടന്നതിൽ മുന്നേറാം എന്നതുകൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പാർട്ടി മാർക്സിസ്റ്റ് ഇവിടെ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കിയെടുക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിട്ടുള്ളവർക്കും അപകടകരമായിട്ടുള്ള എല്ലാ അംഗീകാരങ്ങളും ലഭിക്കാതെ വേദിയിലേക്ക് ചെയ്യുന്നതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് തത്വസമയം ഉപേക്ഷിക്കാതെ തന്നെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റിലേക്ക് ചേർന്നപ്പോൾ ചില ആളുകൾ ഉയർത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ CPM നേരത്തെ തള്ളിക്കളയുന്നതാണ്. നിങ്ങൾ ശരിയായ പാത തീരുമാനിച്ച് വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആരോഗ്യം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള
പ്രവർത്തനങ്ങളായ മാത്രമാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ദേശീയായാലും അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയോടുള്ള പ്രവർത്തനം എല്ലാ വർഷത്തിലും ഒരു തവണ അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയും ഞാനും പോയിട്ടുള്ളതാണ്. അന്നൊക്കെ തന്നെ ആരും ഇന്ന് ചില ആളുകൾ ഉന്നയിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും ആശയങ്ങളോ ആരോപണങ്ങളോ ഗ്രാമം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ജയിച്ച അദ്ദേഹം തന്നെ സംബന്ധിക്കുന്ന പരിപാടികളെ സംബന്ധിച്ച ഗ്രാമത്തിൻ്റെ അഭിവൃദ്ധി മനസ്സിലാക്കിയോ പ്രവർത്തിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ പലപ്പോഴും പോകാൻ തന്നെ ചില പറയുന്നത് അതിൻ്റെ പ്രവർത്തനം സിപിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കത്ത് കൊടുത്തിട്ട് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആ പ്രവർത്തനം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ വാർത്തകളിൽ വായിച്ചു. ആരെ സ്വീകരിക്കണം കത്ത് തന്നോ തന്നിയോ കൊടുത്തോ നമ്മൾ ഒരു പ്രവർത്തിയോട് മുന്നേ നിൽക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു കത്ത് കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുന്ന പണി ശരിയാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്. അതാണ് നമ്മുടെ ഇപ്പോൾ നിർവഹിച്ചു ഇതൊന്നും ഒരു പോലും ലഭിക്കാനുള്ള പ്രശ്നമില്ല. ഇടതുപക്ഷ മുന്നിലുള്ള അതാണ് കേരളത്തിലും ബംഗാളിലും യൂണിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റം ബാക്കിയുള്ളവർക്ക് ഇടതുപക്ഷമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റം എന്നത് തന്നെ CPI-ക്കും മുന്നേറ്റത്ത് CPI-ക്ക് സാധീനമായിട്ട് മാത്രമുള്ള സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റം എന്നതുകൊണ്ട് ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ ഒരു കോട്ടമോ അട്ടമൊന്നും വരാൻ പോകുന്നില്ല എന്നത് നമ്മൾ കാണും. ഇടതുപക്ഷത്തിൽ ശക്തിപ്പെടാതെ ഈ ഒത്തുചേരൽ ഉപയോഗിക്കാൻ പോകും. അടുത്തതിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റിന് ഏറ്റവും സ്വാധീനമുള്ള നിലയിൽ ഒരു ഏറിയാണ് നടക്കാൻ വരുന്നത്. ആ സ്വാധീനം കിട്ടുന്നതോടൊപ്പം പതിന്മാർക്ക് വർദ്ധിപ്പിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഈ ഒത്തുചേരൽ ഒരുമിച്ചുള്ള പ്രവർത്തിക്കൽ കൂടുതൽ ജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മുന്നണി അടിത്തറ ദൂരപ്പെടുത്താൻ മാത്രമേ ഇത് ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ട് ഇടതുപക്ഷത്തെ ചെയ്യുന്ന ആളുകളെല്ലാം ഇവിടെ ഒത്തുചേരനെ സ്വാഗതം ചെയ്ത് ഒപ്പം വൃത്തിയാണ് വേണ്ടത് എന്നുള്ളത് അല്ലാതെ പരിഹസിക്കുകയോ അനുഭവിക്കുന്ന നടത്തുകയോ ചെയ്യുന്നത് യോജിപ്പിന് അല്ലെങ്കിൽ യോജിച്ച പ്രവർത്തനത്തിൽ വരാനല്ല ചില കാര്യങ്ങളോടുകൂടി പ്രത്യേക സാഹചര്യമായ ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും നാം കരുതൊന്നും പറ്റുന്നതല്ല എന്നതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് തന്നെ കടക്കുന്നില്ല. ഉത്തരവാദിത്തമുള്ള പദ്ധതികളിൽ ജീവിക്കുന്ന നേതാക്കന്മാർ ഉൾപ്പെടെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ താമസിച്ചത് CPI-ന്റെ കേന്ദ്ര കമ്മിറ്റി പങ്കെടുക്കണം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പം നീണ്ടുപോയിട്ടുണ്ടാകും. വരുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെയും നേതാക്കന്മാരെയും CPI-ലേക്ക് സ്വീകരിക്കുമ്പോൾ സാധാരണഗതിയിൽ പാർട്ടി രൂപപ്പെടുത്ത് ഒരു വർഷം കഴിഞ്ഞ് കാൻഡിഡേറ്റ് പ്രവർത്തിക്കൊക്കെയായി പൂർണ്ണ മെമ്പറാകുമ്പോൾ കുറെ കാലം എടുക്കുന്ന രീതിയാണ് CPI നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോടും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോടും ഞങ്ങൾ ആവശ്യപ്പെടാനുള്ള തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് ദേശീയപ്പെട്ട മനസ്സിലാവും ഞാൻ എത്തിയത് എന്ന കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒത്തുചേർന്ന് ആയിരത്തി മണ്ണിൽ നമ്മുടെ രാജ്യത്തിന്റെ അവകാശ പോരാട്ടം നേടിയെടുക്കാൻ വേണ്ടി ഒരു ജീവത്യാഗം സഹിച്ച ധീരന്മാരായ രക്തസാക്ഷികളുടെ
ഏറ്റവും മുതിർന്ന ഈ നാട്ടിൽ നിന്നും നാം ഏറ്റെടുത്തിട്ടുള്ള ചെങ്കൊടി ആർക്കും പണയം വയ്ക്കാതെ നമുക്ക് മുന്നേറാം എന്ന വാർത്ത പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ സംഭവത്തെ അഭിവാദ്യം ചെയ്യുന്നത് CPIയുടെ സംസ്ഥാന കമ്മിറ്റി പ്രമുഖ കഴിവുകളിൽ നേതാവുന്ന അഭിമാനിക്കുന്ന സഖാവ് കൃത്യമാർക്കാണ്. ആ സഖാവിൽ സ്നേഹാരങ്ങൾ ചെയ്യും. അധ്യക്ഷൻ അധ്യക്ഷതയിലുള്ള CPIയുടെ സംസ്ഥാന കമ്മിറ്റി മുതിർന്ന CPI നേതാവായിട്ടുള്ള അധ്യക്ഷതയിലുള്ള ഇപ്പോൾ CPI ഉണ്ടായിരുന്നത് ഇപ്പോൾ CPM നേതാക്കളായി മാറിയിരിക്കുന്ന പ്രിയമുള്ള സഖാക്കളെ, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തിയത്. രാജ്യം കടുത്ത വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ തൊഴിലാളി വർഗത്തെ ഭിന്നിപ്പിക്കാനും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് രാജ്യത്തെ കലാപകലുഷിതമാക്കാനും ആസൂത്രിതമായി വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനോട് പ്രതിരോധിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷങ്ങളാണ്. കൃത്യമായ പ്രത്യയശാസ്ത്ര ബോധത്തോടുകൂടി നമുക്കറിയാം, കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമാണെങ്കിലും കോൺഗ്രസിനെ ഡീൽ ചെയ്യാൻ BJPക്ക് അറിയാം. പക്ഷേ ഇടതുപക്ഷമാണ് അവരുടെ ഒന്നാമത്തെ ശത്രു. കാരണം പ്രത്യയശാസ്ത്രപരമായി വർഗീയതയെ നഖശിഖാന്തം ചെറുക്കുന്ന, അവരെ നിരായുധരാക്കാൻ കഴിയുന്ന വ്യക്തതയുള്ള രാഷ്ട്രീയമുള്ളത് രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികൾക്കാണ്. അതുകൊണ്ട് BJPയുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ദുർബലപ്പെടുന്ന ഒന്നുമേ നമുക്ക് രാജ്യത്ത് ഉണ്ടാകാൻ പാടുന്നത്. കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനം, കർഷക പ്രസ്ഥാനം, അവരെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ കരുത്താർജിച്ചുകൊണ്ട് വരേണ്ട ഒരു ഘട്ടത്തിലാണ് കേരളം അടക്കം കടുത്ത വെല്ലുവിളി നേരിടുന്നത്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ജനപക്ഷ നയങ്ങളുമായി മുന്നേറുന്ന ഒരു സർക്കാരിനെ എങ്ങനെ കഴുത്ത് നേരിച്ച് നിരായുധരാക്കാം എന്ന ഗവേഷണത്തിലാണ് BJP. അതിനെയെല്ലാം അതിവിദഗ്ധമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ജനപക്ഷ നയങ്ങളുമായി പിണറായി സർക്കാർ മുന്നേറുന്നത്. തീർച്ചയായും ആ ഇടതുപക്ഷത്തിന്റെ യോജിച്ച നിലപാടാണ് കരുത്താകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രശ്നം CPIക്കകത്ത് ആഭ്യന്തരമായി ചില പ്രശ്നങ്ങൾ, ഏത് പാർട്ടിയിലും അത്യാവശ്യം ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? തുടർന്ന് ചർച്ച ചെയ്ത് സ്വയം വിമർശന ഉൽപ്പാദി തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്. ഇവിടെ അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ഞാൻ വിശദീകരിക്കേണ്ട കാര്യം നിങ്ങളുടെ അനുഭവമാണ്. കുണ്ട്രയിൽ ഏകദേശം 11 മണ്ഡല കമ്മിറ്റി അംഗങ്ങൾ, 3 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, വർഗ വിഭജന മുന്നണിയുടെ ഏരിയ തലത്തിലുള്ള എല്ലാ സഹകരണം, ബാങ്കിന്റെ പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ, 28ഓളം ബ്രാഞ്ച് സെക്രട്ടറിമാർ, മുനിസിപ്പൽ മെമ്പർമാർ, അങ്ങനെ തുടങ്ങി 400ഓളം പേരാണ് CPI വിട്ട് CPMലേക്ക് ചേർന്നത്. കുണ്ട്രയിൽ 4 ഞങ്ങൾക്ക് അവർക്ക് സ്വീകരണം നൽകി, ഞങ്ങൾ അവരെ സ്വീകരിച്ചു. പക്ഷേ ഉടനെ നമ്മൾ സ്വീകരിക്കുകയല്ല ചെയ്യും. ഏപ്രിൽ മാസമാണ് മണ്ഡല കമ്മിറ്റി സമ്മേളനം നടന്നത്. അന്നുകൂടിയൊന്നും വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ സെക്രട്ടറിയെ പുറത്താക്കി മണ്ഡല സെക്രട്ടറി അടക്കമാണ് നമ്മളോടൊപ്പം ഉള്ളത് വിടുതലേക്കാണ്. അപ്പൊ അവിടെ ചില ആഭ്യന്തര പ്രശ്നം വന്നു. അവരതിന് പരാതി കൊടുത്തു, കണ്ണൂർ കമ്മീഷൻ പരാതി കൊടുത്തു, സംസ്ഥാന സെക്രട്ടറിയെ പല പ്രാവശ്യം നേരിട്ട് കണ്ടു, പരിഹരിക്കുന്നവർ പ്രതീക്ഷിച്ചു. 7 മാസം പിന്നിട്ടിട്ടും ഇപ്പോ 6 മാസം നവംബർ എന്നത് ഇവിടെ അനുസവങ്ങൾ 7 മാസം പിന്നിട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ല. അവിടെയാണെങ്കിൽ UDFന്റെ ആളുകൾ പറന്ന് നടക്കുകയാണ് വരെ കൂട്ടാൻ. കൊല്ല MP തന്നെ പല പ്രാവശ്യം ഓരോരുത്തരെയും നേരിട്ടുകയാണ്. അവിടെയുള്ള CPIയിൽ നിന്ന് വന്ന സാക്കൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ ആഭ്യന്തര പ്രശ്നം മൂലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നതെങ്കിൽ
UDF ഭാഗമായി പോവുകയില്ല. അതാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം. എഴുകോളിൽ കുറച്ച് പേർ CPI പോയി, അവർ നേരെ പോയി ചേർന്നത് UDF. അങ്ങനെയല്ല, കളക്ടറെയും കുണ്ടറയിലെയും ഉത്തരവാദിത്വമുള്ള കമ്മ്യൂണിസ്റ്റുകാരായ പ്രവർത്തകർ തീരുമാനിച്ചത് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ഇടതുപക്ഷത്തെയാണ് കരുത്താർപ്പിക്കേണ്ടത്, ഇടതുപക്ഷമാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്ന ഉത്തമമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ബോധ്യത്തിലാണ് UDFിലേക്ക് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ചേരാനാണ് തീരുമാനമെടുക്കുന്നത് എന്ന സുചിന്തിതമായ തീരുമാനമെടുത്ത് CPI പറഞ്ഞത്. കുണ്ടറയിൽ ഞങ്ങൾ അവരെ പല പ്രാവശ്യം ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവരുമായി ചർച്ച ചെയ്തു. അപ്പൊ ഞങ്ങൾ CPIയുടെ ജില്ലാ നേതൃത്വവുമായി തന്നെ ബന്ധപ്പെടും. കാരണം ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിയാണ് CPIM എന്ന നിലയിൽ. ഞങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു. അവിടുത്തെ മണ്ഡല നേതാക്കളുമായി ഞാൻ നേരിട്ട് തന്നെ സംസാരിച്ചു. അവരുടെ ഒരു സമീപനം ഒട്ടും പോസിറ്റീവായില്ല. അങ്ങനെ ഒരു നിലപാടെടുത്താൽ ഇവരെ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അവർ UDFിലേക്കാണ് പോവുക. അത് ആത്മഹത്യപരമാണ് എന്നതുകൊണ്ടാണ് ഒരു കാരണവശാലും ഈ സാക്കളെ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPIM ഇവരെ കൈവിടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ സാക്കളെയും സ്വീകരിക്കാൻ CPIM തീരുമാനിച്ചത്. അത് കാലത്തിന്റെ ഉത്തരവാദിത്തമാണ്, ചരിത്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് സ്വയം അപഹാസ്യരാകുന്നത് ചരിത്രത്തോട് നീതി പുലർത്തുന്നതല്ല എന്ന് നോക്കുക മാത്രമാണ് അവരുടെ കാര്യം. വേറൊന്നും പറയാൻ എനിക്ക് അവസരം കിട്ടുന്നില്ല. കാരണം നമ്മൾ തട്ടിക്കേണ്ടവരാണ്, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ദുർബലപ്പെടുത്തിയ പ്രസ്ഥാനത്തെ കൊണ്ടെത്തിക്കുമ്പോൾ അവർ കരുത്താർജിച്ച് വരണമെന്നാണ് CPIM ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ കരുത്താർജിക്കട്ടെ, നമുക്ക് ആശ്വസിക്കാം. പക്ഷെ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെ പുറത്താക്കി UDFിന്റെ പാളയത്തിൽ ആളം കൂട്ടാനാണ് ലക്ഷ്യമെങ്കിൽ അതിന് CPIM അനുവദിക്കില്ല എന്നത് മാത്രമാണ് കുണ്ടറയിലും കടക്കയിലും CPIM ചെയ്ത ഏറ്റവും ഉത്തരവാദിത്വമുള്ള ചുമതല. അതാണ് നമ്മളിവിടെ സ്വീകരിച്ചത്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്ക വേണ്ട. CPIM പ്രവർത്തകർ ഞങ്ങൾ എങ്ങനെയാണോ കൂട്ടായ്മയോടുകൂടി ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത്, അതേ കൂട്ടായ്മയോടുകൂടി CPI എന്ന് വന്ന മുഴുവൻ ശാഖകൾക്കും നമ്മുടെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അവസരവുമുണ്ട്. തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ സ്വീകരിച്ചു എന്ന് ജില്ലാ സെക്രട്ടറി ആക്ടിംഗ് സെക്രട്ടറി തന്നെ പറഞ്ഞു. രാജേന്ദ്ര സാഹു നേരത്തെ ദീർഘമായി സംസാരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രശ്നം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഗോവിന്ദമാഷ തന്നെ പാർട്ടിയിൽ വന്ന എല്ലാവരുടെയും ഘടകങ്ങളും മെമ്പർഷിപ്പുമെല്ലാം കൃത്യമായി തന്നാൽ വേറെ UDF ആളുകളോട് വന്നാൽ നമ്മൾ അവരുടെ മെമ്പർഷിപ്പ് എടുക്കില്ല. അറിയാം, CPIയുടെ സാഹചര്യം അത് നമ്മുടെ സാധ്യമായിരുന്നത്. CPI എന്ന് പറഞ്ഞ ആളുകളെ ഡയറക്റ്റ് മെമ്പർഷിപ്പിലേക്ക് കൊടുക്കുക എന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അനുമതി വേണമെന്നേ ഉള്ളൂ. സംസ്ഥാന കമ്മിറ്റിയെ തീരുമാനിച്ചു. അപ്പൊ ഡയറക്റ്റ് മെമ്പർഷിപ്പിലേക്ക് മുഴുവൻ ആളുകളെങ്കിലും ഘടകം അനുസരിച്ച് എവിടേക്ക് അക്കോമഡേറ്റ് ചെയ്യണമെന്നത് മെമ്പർഷിപ്പിൽ വന്നതിന് ശേഷം കടകളുടെ സഹാക്കൾ ഇവിടെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഏതൊക്കെ അക്കോമഡേഷൻ വേണമെന്ന് അവർ തീരുമാനിക്കും. കുണ്ടറയിലെ സഹാക്കൾ ഞങ്ങൾ അവരെ എങ്ങനെയെല്ലാം ഉയർന്ന ഘടകത്തിലുള്ളവരടക്കം വന്ന സാഹചര്യത്തിൽ ഏതെല്ലാം തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യണം ഞങ്ങൾ അവരെയും ആലോചിക്കും. അത് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് നിങ്ങൾ പൂർണ്ണമായും അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിക്കുന്നു. നമുക്ക് വേഗത്തിൽ തന്നെ ഈ സ്വീകരണ സമ്മേളനം അവസാനിപ്പിക്കുക. ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാനായിട്ട് നമ്മളെല്ലാം പ്രിയങ്കരനായ സഹാബികളോട് നമ്മളെ നേരിടുന്നു. Yes.
ഇന്ന് നമ്മുടെ സ്വീകരണ പരിപാടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് CPI-യിലേക്ക് ചേരുന്ന സ്ഥലത്ത് പേര് വെച്ച് ഓരോരുത്തർക്കും ഭാരവാഹം നടത്തിയ സ്വീകരണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ CPI-യും ജില്ലാ സെക്രട്ടറിയും നേതാക്കന്മാരും ചേർന്ന് കൈമാറുന്ന പതാക നമ്മളെല്ലാം കൂടി ഏറ്റുവാങ്ങുകയാണ്. അതുകൊണ്ട് അഭ്യർത്ഥനയുള്ളത് ഇതിനിടയിൽ എല്ലാവരും ഇരിക്കുന്ന CPI വിട്ട് CPI-യിലേക്ക് ചേർന്ന സഹാക്കളും നേതാക്കന്മാരും ഏറ്റവും ഫ്രണ്ടിലേക്ക് വരണം. അന്ന് അവരെല്ലാം കൂടി നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ രീതിയിൽ അവരെല്ലാവരും കൂടി വന്ന് ആവേശത്തോടു കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തപതാക
നിർത്തി ഞങ്ങൾ വരുന്നു. രക്താഭിവാദ്യ ചോരപ്പൂക്കൾ, രക്താഭിവാദ്യ ചോരപ്പൂക്കൾ, ഇനിവരും പോരാട്ട വീതികളിൽ, ഇനിവരും പോരാട്ട വീതികളിൽ കൈകോർത്ത് ഒന്നായി പോരാടാം. ഞാൻ സലാം പ്രിയ സഖാക്കളെ, ഇൻകുലാബ് 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 സിന്ദാബാദ്. CPIM കടയ്ക്കൽ ഏരിയ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗമാണ് സാക്ഷി TV തത്സമയം സംരക്ഷണം ചെയ്തത്. ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.